തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. വിവാഹമുറപ്പിച്ച് മൂന്നാം നാൾ 18-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്ന് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ 19-കാരൻ തൂങ്ങി മരിച്ചു. കാരക്കുന്ന് കൈക്കോട്ടും പറമ്പിൽ സജീറാണ് മരിച്ചത്. എടവണ്ണ പുകമണ്ണിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ആരും അറിയാതെ പോയിരുന്നു. ഇന്നലെ രാത്രി 11:30-യോടെയാണ് ആശുപത്രി അധികൃതരുടെ കണ്ണുവെട്ടിച്ച് യുവാവ് രക്ഷപ്പെട്ടത്. ഇഷ്ടമില്ലാത്ത വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ മാസം 3-നാണ് കാരക്കുന്ന് ആമയൂർ റോഡിൽ പുതിയത്ത് പരേതനായ ഷെർഷ സിനിവറിന്റെ മകൾ ഷൈമ സിനിവർ വീട്ടിൽ തൂങ്ങി മരിച്ചത്. നിക്കാഹ് കഴിഞ്ഞ് 3-ാം നാളായിരുന്നു സംഭവം. വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കെയായിരുന്നു മരണം. വിവാഹത്തിന് ഷൈമയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 2 വർഷം മുമ്പ് പെൺകുട്ടിയുടെ പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മേൽക്കൂരയിലെ ഓപ്പൺ ടെറസിന്റെ ഇരുമ്പ് കഴുക്കോലിൽ ഷാളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഷൈമയെ കണ്ടെത്തിയത്. വീടിന് സമീപത്തുള്ള 19-കാരനായ സജീറുമായി പെൺകുട്ടി ഇഷ്ടത്തിലായിരുന്നു. ഇയാളെ വിവാഹം കഴിക്കണമെന്ന് പെൺകുട്ടിക്ക് താല്പര്യവുമുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. മറ്റൊരാളുമായുള്ള വിവാഹമാണ് വീട്ടുകാർ ഉറപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് ഷൈമ തൂങ്ങി മരിച്ചത്. ഷൈമ മരിച്ചതിന് പിന്നാലെ സജീർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ബ്യൂട്ടീഷ്യൻ കോഴ്സ് വിദ്യാർത്ഥിയായിരുന്നു സജീർ. ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ആരും അറിയാതെ പോയിരുന്നു. സംഭവത്തിൽ യുവാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് എടവണ്ണ പുകമണ്ണിൽ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.